ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുസ്ക റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് നമ്മൾ ഒരു വലിയ സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, വീട്ടിലുണ്ടാകുന്ന മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോയാബീനാണ്. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സോയാബീൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ, നല്ല ഒന്ന് ഫ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. അങ്ങനെ നമ്മൾ സോയാബീൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി സവാള വാടാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വാടിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചപ്പ് എന്നിവ കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളക് വാടി തക്കാളി നന്നായി വഴറ്റി കിട്ടണം. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയും നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന ഇതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സോയാബീനൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സോയാബീനും മസാലയൊക്കെ റൈസിൽ പിടിക്കുന്നതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.